Praises to Lord. Hallelujah. Praises to Lord. Hallelujah. Praises to Lord. പ്രൈസ് ഗോഡ്. ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത് എൻ്റെ കഥ, എൻ്റെ സാക്ഷ്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് കരുതിയാണ്. എന്തൊക്കെ പറയണം, ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഞാൻ എന്ത് പറയണം, എൻ്റെ ജീവിതത്തിൻ്റെ ഏതൊക്കെ ഭാഗം പറയണം, ദൈവം ചെയ്ത് എന്തൊക്കെ നന്മകൾ പറയണം എന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ കഥയിലൂടെ തന്നെ കഥ ഇങ്ങനെ ഓർഡറിൽ പറഞ്ഞ് അതിനകത്ത് ദൈവം ചെയ്ത നന്മകളെക്കുറിച്ച് പറഞ്ഞ് മുന്നോട്ട് പോകാമെന്നാണ് കരുതുന്നത്. എൻ്റെ ജീവിതത്തിൽ എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഏക വ്യക്തി ദൈവമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ദൈവത്തിൻ്റെ കാര്യങ്ങൾ തൊടാതെ പോയ ഒരു ഏരിയ ഇല്ല. അതുകൊണ്ട് എൻ്റെ കഥ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത് ദൈവത്തിൻ്റെ കരവും എത്രത്തോളം ഉണ്ട്, എന്താണ് ദൈവം എങ്ങനെയാണ് ഞാൻ നടത്തിയതെന്ന് മനസ്സിലാവും. ഞാൻ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ദിവസം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അറിവായ പ്രായം എന്ന് തന്നെ പറയേണ്ടി വരും. ഞാൻ ജനിച്ച് അറിവായ കാലം മുതൽ കാണുന്നത് എൻ്റെ പപ്പ എല്ലാ ദിവസവും രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് പോകുന്നതാണ്. 8 മണിന്നൊരു സമയമുണ്ടെങ്കിൽ സന്ധ്യയ്ക്ക് പ്രാർത്ഥന വീട്ടിൽ നടത്തുന്ന ഒരു ഭവനമായിരുന്നു എൻ്റേത്. അതിൽ കൃത്യമായി പങ്കെടുക്കണമെന്നും ഏറ്റവും ഭക്തിയോടെയും അനുസരണയോടെയും അച്ചടക്കത്തോടെയും ഇരുന്ന് അറ്റൻഡ് ചെയ്യണമെന്നുള്ളത് എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ്. ഞാൻ അമ്മ എന്ന് മാത്രം പറയാൻ കാര്യം, എൻ്റെ പപ്പ വരുമ്പോൾ രാത്രി 11 മണിയൊക്കെ ആവും. അന്ന് കുഞ്ഞു കുട്ടികളായിട്ടുള്ള ഞങ്ങൾ ചിലപ്പോൾ ഉറങ്ങിപ്പോവും. അതുകൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തുള്ള കുടുംബ പ്രാർത്ഥനയ്ക്ക് അഥവാ പപ്പ നേരത്തെ എത്തുവാണെങ്കിൽ പപ്പ ഞങ്ങളുടെ കൂടെ കൂടും. അല്ലെങ്കിൽ ഞങ്ങൾ എന്തായാലും 8 മണിയാകുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കും. 8 മണി തൊട്ട് 9 മണി വരെ ഞങ്ങളുടെ പ്രാർത്ഥനാ സമയമായിരുന്നു. ഈ 8 മണി മുതൽ 9 മണി വരെയുള്ള സമയത്ത് ഞങ്ങൾ പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ അമ്മ എത്ര ശുഷ്കാന്തിയോടെയാണോ, അമ്മ എത്ര അച്ചടക്കത്തോടെയാണോ ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്, അതുപോലെ തന്നെ 3 വയസ്സായ 4 വയസ്സായ 5 വയസ്സായ 6 വയസ്സായ ഞങ്ങൾ പങ്കെടുക്കണമെന്ന് അമ്മ നിർബന്ധം പിടിച്ചിരുന്നു. നമ്മൾ പ്രാർത്ഥിക്കുമ്പം ക്ഷീണം കൊണ്ട് അറിയാതെ കിടന്നു പോവുകയാണെങ്കിൽ അമ്മ അത് വിലക്കിയിരുന്നു. നിങ്ങളങ്ങനെ ചെയ്യരുത്, നമ്മൾ യേശുവിനെയാണ് പ്രാർത്ഥിക്കുന്നത്, യേശുപ്പൻ നമ്മുടെ ദൈവമാണ്, യേശുപ്പനെ നമ്മൾ ബഹുമാനിക്കണം, അപ്പനും അമ്മയൊക്കെ ബഹുമാനിക്കുന്നതിനെക്കാട്ടിലധികം നമ്മൾ യേശുവിനെ ബഹുമാനിക്കുക അനുസരിക്കുകയും വേണം. അപ്പോൾ ശ്രദ്ധയോടെ അത്ര ഉറക്കം വരുവാണെങ്കിൽ അത് വേണ്ട, ഞാൻ ഉറങ്ങത്തില്ല എന്ന് നിർബന്ധിച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ നമ്മൾ ദൈവത്തിനെ പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞിട്ട് മാത്രമേ ഉറങ്ങാവുള്ളൂ എന്ന് അമ്മ വളരെ കർക്കശമായിട്ട് ഞങ്ങളെ പറഞ്ഞു തരികയും അത് ചെയ്യാൻ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അത് ചെയ്യാൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. ഞങ്ങൾക്ക് ഐഡിയാസൊക്കെ പറഞ്ഞു തരുമായിരുന്നു അമ്മ. പെട്ടെന്ന് പ്രാർത്ഥിച്ച് തീർത്തിട്ട് ഇത് മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്ന കേട്ടുകൊണ്ടിരിക്കണം, അപ്പോൾ ഉറക്കം വരത്തില്ല എന്നൊക്കെ. അതുകൊണ്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ, എൻ്റെ അറിവായ കാലത്ത് തന്നെ ഞാൻ വളരെ ഭക്തിയിലും ദൈവസന്നിധിയിൽ അച്ചടക്കത്തോടെയും ദൈവസന്നിധിയിൽ അനുസരണയോടെയും കഴിയുന്നൊരു കുഞ്ഞ് തന്നെയായിരുന്നു. അതിന് എന്തുകൊണ്ട് ഞാൻ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു എന്ന് ചോദിച്ചാൽ, ബൈബിളിലൂടെ പറഞ്ഞിരിക്കുന്ന സത്യങ്ങളെല്ലാം, യേശുവിനെക്കുറിച്ച് ദൈവത്തെക്കുറിച്ച് ബൈബിളിലൂടെ പറഞ്ഞിരിക്കുന്ന സത്യങ്ങളെല്ലാം തന്നെ എനിക്ക് വിശ്വസനീയമായിരുന്നു. ചുറ്റുപാടിലും എൻ്റെ ജീവിതത്തിലും എനിക്കത് അനുഭവവേദ്യമായിരുന്നു. എൻ്റെ പപ്പ ജോലിക്ക് പോയിട്ടാണ് വീട്ടിൽ ഞങ്ങൾക്ക് ചിലവിന് ആവശ്യമായ കാശ് കൊണ്ടുവന്നിരുന്നതെങ്കിലും അത് വരുന്ന സോഴ്സ് ദൈവമാണ് എന്നെൻ്റെ കുഞ്ഞു മനസ്സിൽ തന്നെ പതിയാൻ അപ്പനും അമ്മയും പറഞ്ഞു തരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. എൻ്റെ പപ്പ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും ആത്മാർത്ഥതയും, അപ്പോൾ ആ മുഖത്ത് കാണാവുന്ന ആ ഭക്തിയും ആ ഒരു ബഹുമാനവും, അപ്പനെ ആശ്രയിക്കുന്ന ആ ഒരു ദുഃഖങ്ങളെല്ലാം പകർന്നു കൊടുക്കുന്ന ആ ഒരു മുഖം കാണുമ്പോൾ തന്നെ എനിക്കറിയായിരുന്നു എൻ്റെ പപ്പയെ വഴി നടത്തുന്നത് ദൈവമാണെന്ന്. എൻ്റെ പപ്പയെ എൻ്റെ പപ്പയ്ക്ക് കൂലിപ്പണി എന്ന് പറയുമ്പോൾ എൻ്റെ പപ്പയ്ക്ക് സാമിലായിരുന്നു പണി, അറിയാലോ, തടിമില്ലിൽ തടി ഇറക്കുന്ന ജോലിയായിരുന്നു. അപ്പോൾ വലിയ തടികളൊക്കെ, ഭാരമുള്ള തടികളൊക്കെ പിടിച്ച് 2-3 പേർ ചേർന്നിട്ടാണെങ്കിൽ പലപ്പോഴും ഒറ്റയ്ക്കും ചെയ്തിരുന്നു എന്നാണ് എനിക്കറിയാവുന്ന കഥ. അപ്പോൾ അതൊക്കെ പിടിച്ച് വെക്കണം, മെഷീനിൽ അത് പിടിച്ചു കൊടുത്ത് അറക്കണം. അപ്പോൾ വാളിലാണ് പണി ചെയ്യുന്നത്.
മറ്റ് തടികളെല്ലാം പൊക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ആരോഗ്യം വേണം. അപ്പോഴൊക്കെ അപകടം സംഭവിക്കാവുന്ന സാഹചര്യങ്ങളാണുള്ളത്. എൻ്റെ പപ്പ ദൂരെയുള്ള സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. അപ്പോൾ സൈക്കിളിൽ പോയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ സൈക്കിളിൽ വെച്ച് അവിടെ നിന്ന് ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത്. ഈ സാഹചര്യങ്ങളിലെല്ലാം ഞാൻ സൈക്കിളിൽ യാത്ര ചെയ്യുന്നവരുടെ ബുദ്ധിമുട്ടുകളിൽ, റോഡിൽ മറ്റു വാഹനങ്ങൾക്കിടയിൽ അവർക്ക് കിട്ടുന്ന പരിഗണന വളരെ കുറവാണെന്നും ഒക്കെ കണ്ടു വളർന്നിട്ടുള്ള എനിക്കറിയാമായിരുന്നു ഈ സൈക്കിൾ യാത്ര വളരെ അപകടം പിടിച്ചതാണ്. അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങളെല്ലാം, പപ്പയുടെ ജോലിയുടെ സാഹചര്യങ്ങളെല്ലാം വളരെ അപകടം പിടിച്ചതാണ്. അപ്പോൾ എൻ്റെ അമ്മ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നു, അപ്പ പോക്കിലും വരവിലും, എൻ്റെ ഭർത്താവിൻ്റെ പോക്കിലും വരവിലും നീ കൂടിയിരിക്കണമേ. അപ്പം തന്നെ ആ ഒരു എൻ്റെ കുഞ്ഞു മനസ്സിലത് വരുമായിരുന്നു. ശരിയാണ്, ഇത്രയും അപകടം നിറഞ്ഞ റോഡിലെ അവസ്ഥയിൽ പോക്കിലും വരവിലും, പോകുമ്പോഴും വരുമ്പോഴും എല്ലാം കൂടെ ഇരുന്നാൽ മാത്രമേ നമുക്ക് ഒരു അപകടം വരാതെ എത്താൻ കഴിയുള്ളൂ. അപ്പോൾ ദൈവം എന്താ രാവിലെ മുതൽ എൻ്റെ അപ്പന് വേണ്ടി ചെയ്യുന്നത്? എൻ്റെ അപ്പനെ ഏറ്റവും സേഫായിട്ട് കൊണ്ടുപോകുന്നു, ആ ജോലി സ്ഥലത്തെല്ലാം ഒരു അപകടം കൂടാതെ കാക്കുന്നു, തിരിച്ച് ഒരു അപകടം കൂടാതെ വീട്ടിലെത്തിക്കുന്നു. ആ ജോലി ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയുന്നത് കൊണ്ടാണ് എൻ്റെ അപ്പന് അവിടെ കൃത്യമായ ശമ്പളം ലഭിച്ചിരുന്നത്. ആ ശമ്പളം അതുപോലെ തന്നെ വീട്ടിൽ കൊണ്ടുവരുന്നതിന് ഇടയായിത്തീരുന്നു. മറ്റ് ചിലവുകളൊന്നും വരാതെ ദൈവം കാക്കുന്നു. ആ ശമ്പളം കൊണ്ട് ഞങ്ങളുടെ ഫീസ്, ഞങ്ങളുടെ ആഹാരം, ഞങ്ങളുടെ വസ്ത്രം ഇതെല്ലാം നടത്തിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് ദൈവം സഹായിക്കുന്നു. അപ്പം ജീവിതത്തിൽ അപ്പനും അമ്മയും പറഞ്ഞതും വചനത്തിൽ നിന്ന് കേട്ടതും അല്ലേ, നമ്മുടെ ദൈവമാണ് നമ്മെ പുലർത്തുന്നതെന്ന് ബൈബിളിലുടനീളം നമ്മുടെ വചനങ്ങളിലൂടെ നാം കേൾക്കുന്നു. യഹോവ എൻ്റെ ഇടയനാവുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയ പുൽപ്പുറങ്ങളിൽ അവനെ കിടത്തുന്നു, സ്വസ്ഥമുള്ള വെള്ളത്തിനരികത്തേക്ക് അവനെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമം നിമിത്തം എന്നെ നീതിബാധകളിൽ നടത്തുന്നു തുടങ്ങി നാം വായിക്കുന്ന സങ്കീർത്തനങ്ങൾ അന്ന് കുഞ്ഞായിരിക്കുമ്പോൾ ഞങ്ങളെ എപ്പോഴും വായിപ്പിക്കുന്ന സങ്കീർത്തനമായിരുന്നു. അത് അമ്മ വായിച്ചു തരുന്ന സങ്കീർത്തനമായിരുന്നു, യഹോവ എൻ്റെ ഇടയനാവുന്നു. അപ്പോൾ അതെ, യഹോവ ഇടയൻ തന്നെയായിരുന്നു. എൻ്റെ അപ്പൻ്റെ ഇടയനായിരുന്നു, എൻ്റെ അമ്മയുടെ ഇടയനായിരുന്നു, എൻ്റെ ഇടയനാണ്. എനിക്ക് പഠിക്കാനുള്ള ബുദ്ധി തരുന്നു, എന്നെ അപ്പനും അമ്മയെ അനുസരിക്കാൻ സഹായിക്കുന്നു, എനിക്ക് ആരോഗ്യം തരുന്നു. എനിക്ക് തന്നിരിക്കുന്ന എല്ലാ നന്മകളും എൻ്റെ ഇടയനായ യഹോവയുടേതാണ് എന്ന് ആ പ്രായത്തിൽ തന്നെ മനസ്സിലാക്കാൻ ദൈവം എന്നെ സഹായിച്ചു. നിങ്ങൾ വിചാരിക്കുക അത്ര കുഞ്ഞിലെ എങ്ങനെ മനസ്സിലാവും? കുറച്ചുകൂടെ വലുതായതിനു ശേഷമാണ് എനിക്കത് റിയലൈസ് ചെയ്യാൻ കഴിഞ്ഞത്. കാരണം ഓരോ കാര്യങ്ങളും, ഓരോ സാഹചര്യങ്ങളും നമ്മുടെ മുന്നിൽ വരുമ്പോൾ തന്നെ ദൈവാത്മാവ് കൂടിരുന്ന് നമ്മെ പഠിപ്പിക്കും. അതെ, എൻ്റെ അപ്പൻ പ്രാർത്ഥിക്കുവാണ്, എന്താണ്, ദൈവമേ എന്നെ എൻ്റെ യാത്രയിൽ, എൻ്റെ ജോലിയിൽ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് എൻ്റെ മനസ്സിൽ പറഞ്ഞു തരുമായിരുന്നു, യഹോവ എൻ്റെ ഇടയനാവുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ദൈവം ഒരു മുട്ടും വയ്ക്കുന്നവനല്ല, ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു മുട്ടും വയ്ക്കുന്നവനല്ല യഹോവയായ ദൈവം എന്ന്. അങ്ങനെ നാം വചനത്തിൽ വളരുമ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവം പ്രവർത്തിക്കുന്ന ഇടങ്ങളിൽ ദൈവം ആ വചനം നമ്മെ ഓർപ്പിച്ചു തരും. ആ വചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കും. നമ്മുടെ ചിന്തയിലൂടെ ഒക്കെ, നമ്മുടെ മനസ്സിലൂടെ ദൈവം നമ്മോട് സംസാരിക്കും എന്ന് അന്ന് എനിക്ക് മനസ്സിലായി. എന്നെ ഇതെല്ലാം മനസ്സിലാക്കാൻ സഹായിച്ചപ്പോൾ കുറച്ചുകൂടെ ഇയേഴ്സ് കഴിഞ്ഞ് മറ്റുള്ളവർ എങ്ങനെയാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്, ദൈവം നമ്മെ എങ്ങനെ വഴി നടത്തുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. കാരണം ദൈവം എന്നെ ഇതൊക്കെ മറ്റുള്ളവർ സംശയത്തിൻ്റെയും എന്താ പറയുക, വെറുപ്പിൻ്റെയും കണ്ണുകളോടെ ദൈവത്തെ കാണുമ്പോൾ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും കണ്ണോടുകൂടെ ദൈവത്തിനെ എനിക്ക് കാണാൻ കഴിഞ്ഞ് ദൈവം എന്നോട് സംസാരിച്ചത് കൊണ്ടാണ് തീർച്ചയായിട്ടും. അങ്ങനെ കഥ മുന്നോട്ട് പോകുമ്പോൾ ഞാനൊരു 6 വയസ്സ് പ്രായമായ സമയത്ത്, അതിന് മുന്നേ കുഞ്ഞിലേക്ക് ചെറിയ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ എനിക്ക് വരുമ്പോൾ ആരും ചുറ്റിലില്ല എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ, കുഞ്ഞല്ലേ നമ്മൾ, അപ്പോൾ ആ സമയത്ത് നമ്മുടെ ചുറ്റിലുള്ള എല്ലാവരെയും നമ്മുടെ വിഷമങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് കഴിവ് കുറവായിരിക്കുമല്ലോ. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ പോലും നമ്മുടെ ദുഃഖങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് അങ്ങനെ മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരം എനിക്ക് വളരെ വ്യക്തമായിട്ട് എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ ഇടയായിട്ടുണ്ട്. അയ്യോ, എനിക്ക് ആരും ഇല്ലല്ലോ എന്ന് തോന്നുന്ന സമയം തന്നെ ആ ദുഃഖം അതിങ്ങനെ
ദുഃഖം റേസായി ഇങ്ങനെ ഹൃദയത്തിൽ വന്നിട്ട് അപ്പം തന്നെ അതിങ്ങനെ അലിഞ്ഞില്ലാതായി പോകുന്നത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 6 വയസ്സായ സമയത്ത് എൻ്റെ അമ്മയുടെ മൂത്ത സഹോദരിയുടെ മകള് എന്നെക്കാട്ടിലും 1 ഇയർ ഡിഫറൻസ് ആണുള്ളത്. എൻ്റെ അനിയത്തിയും എന്നെക്കാട്ടിലും 1 ഇയർ ഡിഫറൻസ് ആണുള്ളത്. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ എൻ്റെ അനിയത്തി വീട്ടിലുണ്ട്, അതിനുള്ള ഡേ കെയറിലാക്കിയിരിക്കുവാണ്. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ. അവിടെ വല്യമ്മയുടെ വീട്ടിൽ അവളുടെ എൻ്റെ അനിയത്തി മാത്രമേ ഉള്ളൂ, എൻ്റെ വല്യമ്മയുടെ മൂത്ത മകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ കളിക്കാമെന്ന് വിചാരിച്ചിട്ട് മുകളിൽ നിന്നിട്ട് ഒരു 6 അടി താഴ്ചയുണ്ട് അവരുടെ വീടും, 6-7 അടി താഴ്ചയുണ്ട് അവരുടെ വീടും ഞങ്ങളുടെ വീടും തമ്മിൽ. ഞങ്ങളുടെ വീട് പൊക്കത്തിലും അവരുടെ വീട് താഴ്ന്നതായിരിക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞാൻ മുകളിൽ നിന്നൊരു പന്ത് താഴേക്ക് ഇട്ട് കൊടുത്തിട്ട് അവൾ താഴെ നിന്ന് അത് പിടിച്ചിട്ട് മുകളിലേക്ക് എറിഞ്ഞു തരും. പിന്നെ ഞാനിത് താഴേക്ക് എറിഞ്ഞു കൊടുക്കും, അവൾ മുകളിലേക്ക് എറിഞ്ഞു തരും. അങ്ങനെ ഞങ്ങളത് അങ്ങനെ കളിക്കാൻ തീരുമാനിച്ച് ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ എൻ്റെ കാൽ വഴിയെന്ന് വെച്ചാൽ പന്ത് എൻ്റെ അടുത്ത് വരുന്നതിന് മുന്നേ ആ മതിലിൻ്റെ അറ്റത്ത് തട്ടി താഴേക്ക് വീഴാൻ പോകുമ്പോൾ ഞാൻ പെട്ടെന്ന് മുന്നോട്ടാഞ്ഞ് അതിങ്ങനെ പിടിക്കാൻ പോകുമ്പോൾ ഞാനും ഈ പന്ത് താഴേക്ക് പോയി, ഒപ്പം തന്നെ ഞാനും താഴേക്ക് വീഴുവാണ്. ഒരു നിമിഷം അയ്യോ ഞാൻ താഴേക്ക് വീഴുവാണല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഞാൻ താഴെ എത്തിയപ്പോൾ അവിടെ ഞാൻ ചോദിച്ചു എൻ്റെ കൈയും കാലൊക്കെ ഒടിയും എന്നിങ്ങനെ മനസ്സിൽ ഓർത്തുകൊണ്ട് നമ്മളിങ്ങനെ വീഴാൻ പോയ ആക്കത്തിന് ഞാനിങ്ങനെ ചിന്തിക്കുവാണ്, അയ്യോ ഞാൻ ഇപ്പം കൈയും കാലൊക്കെ ഒടിയെന്ന്. അപ്പോൾ പക്ഷേ ഞാൻ നേരെ കണ്ണ് തുറന്നു ഞാൻ റിയലൈസ് ചെയ്യുമ്പോൾ താഴെ എത്തിയെന്ന് ഞാനിങ്ങനെ റിയലൈസ് ചെയ്യുമ്പോൾ ഞാൻ കാണുന്നത് അവിടെ കുറച്ച് ഓല മടഞ്ഞിട്ടുണ്ടായിരുന്നു. വലിയ കട്ടിലൊന്നുമല്ല, ഒരു 3 ലെയർ വരുന്ന ഇതിൽ ഓല മടഞ്ഞിട്ടുണ്ട്. ആ ഓല മടഞ്ഞതിന് മുകളിൽ ഞാൻ കാല് മടക്കി ഇരിക്കുവാണ്, ഈ ചമ്മണം മണിഞ്ഞിരിക്കുക എന്ന് പറയുമല്ലോ, അങ്ങനെ ഇരിക്കുവാണ്. ഇപ്പം ഞാൻ ഈ വീഴുന്ന കൂട്ടത്തിൽ എങ്ങനെ എൻ്റെ ചമ്മണം മണിഞ്ഞു വന്നോ, ഞാൻ അവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോയിരുന്നിട്ട് ഞാനിങ്ങനെ ഫീൽ ചെയ്യണം ഞാൻ ഇരിക്കുവാണോ, അപ്പോൾ എൻ്റെ ബാക്കിലെ ബോൺസ് എല്ലാം പൊട്ടി കാണുമല്ലോ, എൻ്റെ ബോൺസിന് എന്തെങ്കിലും പറ്റി കാണുമോ എന്നിങ്ങനെ വിചാരിച്ച് ഞാനിങ്ങനെ നോക്കുമ്പം എനിക്കൊരു പോറൽ പോലും ഏറ്റിട്ടില്ല, ഒരു മുറിവ് പോലും എനിക്ക് ഏറ്റിട്ടില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ അപ്പം തന്നെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ദൈവം തന്ന വചനം, ദൈവത്തിൻ്റെ വചനം എനിക്ക് ദൈവം തന്നു. എന്താണെന്ന് വെച്ചാൽ 91-ാം സങ്കീർത്തനത്തിൽ പറയുന്ന വചനമാണ്, നിന്റെ കാൽ കള്ളി തട്ടിപ്പോകാതിരിക്കേണ്ട നിന്റെ ദൂതന്മാരെ കൊണ്ട് നിന്നെ കാവൽ ചെയ്യുമെന്ന്, അല്ലേ? ആ വചനം ആണ് ദൈവം എനിക്കപ്പോൾ തന്നത്. അപ്പോൾ ആ വചനം ദൈവം എനിക്ക് തരുമ്പോൾ അപ്പം തന്നെ മനസ്സിൽ ഓർപ്പിച്ചു തന്നു. അപ്പം എനിക്ക് ഒരു നിമിഷം അയ്യോ ഇത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചോ, ഇത്ര വലിയ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചോ. അപ്പോൾ എനിക്ക് 6 വയസ്സ് മാത്രമാണ് എൻ്റെ പ്രായം. അപ്പോൾ ഇത്ര വലിയ അത്ഭുതം എൻ്റെ ദൈവം പറയുന്നതൊക്കെ അതുപോലെ ചെയ്യുന്ന ദൈവമാണ്. ഞാൻ വീണപ്പോൾ അത്രയും ഒരു വലിയ വീഴ്ച എനിക്ക് അതുവരെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വീണപ്പോൾ ദൈവം എന്നെ ദൂതന്മാരെ കൊണ്ട് താങ്ങി, എന്നെ ഒരു പോറൽ പോലും എടുക്കാതെ ദൂതന്മാരെ കൊണ്ട് എന്നെ താങ്ങിയെന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ആ നിമിഷം വരെ 6 വയസ്സ് പ്രായത്തിൽ എത്തുന്നത് വരെയും എൻ്റെ വിശ്വാസ ജീവിതത്തിൽ എൻ്റെ ദൈവം വിശ്വസ്തനായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ ദൈവം വചനത്തിലൂടെ പറഞ്ഞത് ദൈവം പാലിക്കുന്നുണ്ടായിരുന്നു. അവൻ വാക്കു മാറാത്തവനാണ് എന്ന് എനിക്ക് ഒരിക്കൽ കൂടെ എൻ്റെ ജീവിതത്തിൽ ഉറപ്പിക്കാൻ ആ ഇൻസിഡൻറ്റ് കാരണമായി. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ സ്കൂളിൽ ചേർന്നു. സ്കൂളിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ സസ്യങ്ങളെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യം, പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ട ആവശ്യം എന്നൊക്കെ പഠിപ്പിക്കുമ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ എന്തിനാ പരിസ്ഥിതിയെ സംരക്ഷിക്കണം, സ്കൂളിൽ നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ട ആവശ്യം എന്താണെന്നാണ് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ജീവിക്കുന്ന എൻവയോൺമെൻറ്റിനെ നമ്മൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കതിൽ ജീവിക്കാൻ കഴിയുകയില്ല. അതിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ജന്തുക്കളൊക്കെ നമ്മുടെ സംരക്ഷണം ആവശ്യമുള്ളവരാണ്. അപ്പോൾ അവരെയൊക്കെ നാം സംരക്ഷിക്കണം, അവരുടെ ജീവനും വിലയുണ്ട്. അങ്ങനെയൊക്കെ നമ്മെ സയൻസ് പഠിപ്പിക്കുന്നു. നാം ഈ എൻവയോൺമെൻറ്റിനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ആവാസ വ്യവസ്ഥ നിലനിൽക്കുന്നത് പരസ്പരമുള്ള ഒരു കണക്ഷൻ വഴിയിട്ടാണ്. എല്ലാ ഭക്ഷ്യശൃംഖലയെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഭക്ഷ്യശൃംഖലയിലൊക്കെ ഒന്നൊന്നിന് ആഹാരമായി തീരുകയും അത് പരിസ്ഥിതിക്ക് സഹായമായി തീരുകയും ചെയ്യുന്നു. ഇതൊക്കെ സംഭവിക്കുന്നതുകൊണ്ടാണ് ഈ പരിസ്ഥിതി ഇങ്ങനെ നിന്ന് പോകുന്നത്. അല്ലെങ്കിൽ ഈ പരിസ്ഥിതി നശിച്ചു പോവുകയുള്ളൂ, നമുക്കും ഇവിടെ ജീവിക്കാൻ കഴിയില്ല. സോ നമ്മൾ പരിസ്ഥിതിയെ സംരക്ഷിക്കണം. അവയൊന്നും നമുക്കൊരു ദോഷവും ചെയ്യാത്തിടത്തോളം മനുഷ്യൻ അതിനെ നശിപ്പിക്കാൻ ആഗ്രഹിക്കാൻ പാടില്ല എന്നൊക്കെ നമ്മെ സയൻസിൽ പഠിപ്പിക്കുമ്പോൾ എനിക്ക് അപ്പോഴൊക്കെ വചനത്തിൽ എന്ത് പറയുന്നു, സൃഷ്ടിയിൽ ദൈവം എന്ത് പറഞ്ഞോ, എന്താ ദൈവം പറഞ്ഞത്, ഏദൻ തോട്ടത്തിലാക്കിയിട്ട് അതിനെ വേല ചെയ്യുവാനും ഇതിനെ കാപ്പാനും ദൈവമാക്കി. ഭൂമിയുടെ
ഭൂമിയിലുള്ള സകലത്തിന്മേലും വാഴുവാൻ ദൈവം മനുഷ്യനെ ആക്കി. വാഴുക എന്ന് പറയുമ്പം നശിപ്പിക്കുക എന്നല്ലല്ലോ, അതിനെ സംരക്ഷിച്ചാൽ മാത്രമല്ലേ അതിൽ വാഴാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഞാൻ എന്തൊക്കെ പഠിക്കുന്നോ, എന്തൊക്കെ സയൻസിൽ കണ്ടുപിടിച്ചോ, എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചോ, അതെല്ലാം എനിക്ക് എപ്പോഴും ദൈവവചനവുമായിട്ട് റിലേറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു. ദൈവവചനവുമായിട്ട് ചേർത്ത് വെച്ച് നോക്കുമ്പോൾ അത് അങ്ങനെ തന്നെ സത്യമായിരുന്നു. അതൊക്കെ എന്നെ ദൈവവിശ്വാസത്തിൽ കൂടുതൽ ഉറപ്പിക്കാൻ മാത്രമേ ഇടയാക്കിയുള്ളൂ. ഈവൻ 10ാം ക്ലാസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ പരിണാമ സിദ്ധാന്തമൊക്കെ പഠിക്കും, ഇവല്യൂഷൻ തിയറി പഠിക്കും. അപ്പോൾ അതിൽ നിന്ന് പോലും എനിക്ക് അന്ന് എന്താ പറഞ്ഞത്, ഡാർവിൻ്റെ സിദ്ധാന്തം ത്യജിക്കപ്പെട്ടു പോയി എന്നാണ് അന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് പഠിപ്പിച്ചെങ്കിലും, ക്രോമസോംസിനെ കുറിച്ചെല്ലാം പഠനം നടത്തി അതിനെക്കുറിച്ചെല്ലാം പഠിച്ചെങ്കിലും, അതിൽ നിന്ന് അങ്ങനെ ഇങ്ങനെ എന്താ പറയുക, മൾട്ടിപ്ലൈ ചെയ്തിട്ട്, തന്മാത്രകൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഏകകോശ ജീവികൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട്, ആ കോശങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് എല്ലാ ജീവികളും ഉണ്ടായത് എന്ന് തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിയാതെ പോയി എന്നാണ് ഞങ്ങൾ പഠിച്ചത്. അപ്പോൾ നമ്മൾ പറയുന്നത് പോലെ പണ്ട് ആദാമും ഹവ്വയും മാത്രമല്ല ഉണ്ടായതെന്നും ഒരുപാട് ആധുനിക മനുഷ്യരുണ്ടായിട്ടുണ്ടായിരുന്നുവെന്നും നമ്മൾ സയൻസിൽ പഠിച്ചു. അപ്പോൾ പെട്ടെന്ന് പറയും നമ്മൾ ഉണ്ടാക്കപ്പെട്ടത് കുരങ്ങനിൽ നിന്നാണെന്നാണ് പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ എനിക്കതിനകത്തൊക്കെ വചനം തന്നെ കാണാൻ കഴിഞ്ഞുള്ളൂ. ദൈവം സൃഷ്ടിച്ച സൃഷ്ടി കുരങ്ങനിൽ നിന്നല്ലാന്ന് നമുക്കറിയാം. അതിന് തെളിയിക്കാൻ ഇതുപോലെ സയൻസിന് കഴിഞ്ഞിട്ടുമില്ല. കാരണം ഇന്നുള്ള കുരങ്ങന്മാരൊന്നും എന്തുകൊണ്ടാണ് മനുഷ്യനായിട്ട് രൂപാന്തരപ്പെടാത്തെന്നുള്ള ചോദ്യത്തിന് ഉത്തരം തരാൻ ഇതുവരെയും സയൻസിന് കഴിഞ്ഞിട്ടില്ല. ഒരു കാര്യം മാത്രം, എന്തുകൊണ്ട് അവർ കുരങ്ങനിൽ നിന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ കുരങ്ങന്റെ DNA-യുമായിട്ടൊക്കെ നമ്മുടെ DNA-ക്ക് സാമ്യമുണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ 4 കാലിൽ നടക്കുന്ന ഒരു ജീവിയെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ 4 കാലിൽ നടക്കുന്ന രീതിയിലുള്ള സിസ്റ്റം അതിനകത്ത് ഉണ്ടാക്കണം എന്നുള്ളത് വളരെ ആർക്കായാലും ഏത് മണ്ടനായാലും ഇന്ന് മനുഷ്യന് മനസ്സിലാകുന്ന കാര്യമാണ്. അപ്പോൾ അതിന് മുഖമുണ്ട്, അതിന് ചെവിയുണ്ട്, അതിന് കേൾക്കാൻ കഴിയണം, അതിന് പ്രസവിക്കണം, അങ്ങനെ അതിന് റീപ്രൊഡക്ഷനായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉള്ളപ്പോൾ അതിന് ചിന്തിക്കണം, അല്ലേ? അതിന് ഫുഡ് കഴിക്കണം, അതിന് ഡൈജഷൻ കഴിക്കണം. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതിലൊക്കെ സാമ്യമുള്ള എന്തെങ്കിലുമൊക്കെ സൃഷ്ടിക്കാതെ കഴിയില്ലല്ലോ. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല കുരങ്ങിൽ നിന്നാണ് നാം ഉണ്ടായതെന്ന്. അപ്പോൾ ദൈവം സൃഷ്ടിച്ചപ്പോൾ, ദൈവം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ ഇതൊക്കെ ഉണ്ടായി വരണം എന്നുണ്ടെങ്കിൽ അവിടെ പലതും സംഭവിച്ചിട്ടുണ്ടാവും, പല പ്രോസസ്സസ് സംഭവിച്ചിട്ടുണ്ടാവും. അതിനെക്കുറിച്ചൊക്കെ മാത്രമേ ഇപ്പോഴും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിൽ ആദാമിനും ഹവ്വയ്ക്കും ശേഷം ഉണ്ടായ ഏതൊക്കെയോ മനുഷ്യരുടെ, അല്ലെങ്കിൽ എന്താ പറയുക, കയ്യിൻ്റെ കാലത്ത് ദൈവം പറയുന്നുണ്ട്, വചനത്തിൽ പറയുന്നുണ്ട്, കയ്യിൻ ഒരു പട്ടണത്തിൽ പോയി പട്ടണം ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പട്ടണത്തിൽ പോയിട്ട് അവനൊരു ഭാര്യയെ പരിഗ്രഹിച്ചു എന്ന് പറയുന്നുണ്ട്. ഹാബേലിൻ, അപ്പോൾ എല്ലാവരും ചോദിക്കുക ആ ഭാര്യ എവിടെ നിന്നുണ്ടായി, ആ ഭാര്യ എവിടെ നിന്നുണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വചനത്തിനകത്ത് തന്നെ അടങ്ങിയിട്ടുണ്ട്. കയീൻ ഹാബേലിനെ കൊന്നതിന് ശേഷം ദൈവം അവനെ അവിടെ നാട്ടിക്കളയാൻ പോകുമ്പോൾ ആ ഒരു പോയിന്റിൽ കയീൻ പറയുവാണ്, നീ എന്നെ ഇവിടെ നാട്ടിക്കളഞ്ഞാൽ ആരെങ്കിലും എന്നെ കണ്ട് എന്നെ കൊല ചെയ്യും, നിന്റെ കൃപയെ എൻ്റെ മേലിൽ നിന്ന് നീങ്ങി പോവുകയാണല്ലോ എന്ന്. നീ എന്നെ ശപിച്ച് എന്നെ പുറത്തേക്ക് കളയുന്നു, അപ്പോൾ ആരെങ്കിലും എന്നെ കണ്ട എന്നെ കൊല ചെയ്യുമെന്ന്. അപ്പോൾ ദൈവം പറയുവാണ്, കയ്യിനെ കൊല്ലുന്നവൻ 7 ഇരട്ടി ശിക്ഷ പ്രാപിക്കുമെന്ന് പറയുവാണ്. ആരും കയ്യിനെ കൊല്ലാതിരിക്കേണ്ടതിന് ദൈവം അങ്ങനെ ഒരു അനുഗ്രഹം കയ്യിന് കൊടുക്കുവാണ്. അപ്പോൾ ആ മനുഷ്യരെവിടെ നിന്നുണ്ടായി? അപ്പോൾ മനുഷ്യരുണ്ടായിരുന്നില്ലേ? ഈ ആദാമും ഹവ്വയും അല്ലാതെ മറ്റു മനുഷ്യരുണ്ടായിരുന്നില്ലേ? അപ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് ബൈബിളിൽ തന്നെ ഇതെല്ലാം ഉണ്ട്. നമ്മൾ ശരിയായ രീതിയിൽ അത് പഠിക്കുമ്പോൾ അതിലൂടെ ശ്രദ്ധിച്ച് നമ്മൾ പോകുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാകുകയുള്ളൂ. എല്ലാ കാര്യങ്ങളും ഇന്ന് പലതും ട്രൂ ആയിട്ട് കണ്ടുപിടിക്കുന്ന കാര്യങ്ങളൊക്കെയും നമ്മൾ ബൈബിൾ വചനം അനുസരിച്ചിട്ടും ശരി തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ പഠിച്ച കാര്യങ്ങളിൽ നിന്നെല്ലാം എന്തൊക്കെ ഞാൻ മുന്നിൽ കാണുന്നോ, ഞാൻ ലോകത്തിൽ എന്തൊക്കെ കാണുന്നോ അതെല്ലാം എനിക്ക് വചനത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. വചനവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വചനത്തിൽ അതിനധികം പറഞ്ഞിട്ടുണ്ട്. ആ വിഷയത്തെക്കുറിച്ച് വചനത്തിൽ വളരെ അതിനെക്കാട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ വളർന്നു വന്ന എനിക്ക് വളരെ ഉറപ്പുള്ള കാര്യമായിരുന്നു ബൈബിൾ സത്യമാണെന്ന്. ബൈബിൾ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും സത്യമാണെന്നും അത് ന്യായമാണെന്നും ദൈവത്തിന്റെ നീതിയും ന്യായവും പോലൊരു നീതിയും ന്യായവും ഇല്ല എന്ന് എനിക്ക് ആ ചെറുപ്രായത്തിൽ തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു.